യുവരാജ് ഗോകുൽ, താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ജഡ്ജിയായി തുടരാൻ ശേഖർ കുമാർ യാദവിന് അർഹതയുണ്ടോ? അല്ല, അത് ഇപ്പൊ ഞാനല്ലല്ലോ സ്മൃതി തീരുമാനിക്കേണ്ട, ഞാനോ നിങ്ങളോ ഒന്നുമല്ല തീരുമാനിക്കേണ്ട. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കണ്ടക്സ്റ്റ് എന്താണെന്നുള്ള കാര്യം അദ്ദേഹം കൊളീജിയത്തിന്റെ മുമ്പിൽ അദ്ദേഹം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയും അത് അവിടെ സുപ്രീം കോടതി കൊളീജിയത്തിനാണ് ബോധ്യപ്പെടേണ്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കോണ്ടക്സ്റ്റ് ശരിയായിരുന്നു, അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് കാര്യങ്ങൾ കറക്റ്റ് ആയിരുന്നു, അദ്ദേഹം അതിനകത്ത് തുടരണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതി കൊളീജിയമാണ്. അപ്പൊ അത് അദ്ദേഹം അവരുടെ മുമ്പിൽ എത്തട്ടെ, അദ്ദേഹം എക്സ്പ്ലെയിൻ മറുപടി പറയാനല്ല ഞാൻ, അതുകൊണ്ടാണ് ചോദിച്ചത്. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ താങ്കൾ ഇപ്പോൾ കണ്ടതിൽ നിന്നുള്ള ബോധ്യമായ നിലപാട്? ഞാൻ എന്റെ ബോധ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ സ്മൃതി, ഞാൻ എന്റെ ബോധ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഇവിടെ പറയുമ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യട്ടെ സ്മൃതി. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താണ്, മെജോറിറ്റിക്ക് അനുസരിച്ചിട്ട് മൈനോറിറ്റി ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് വ്യക്തിപരമായി എനിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും ഉള്ളത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മെജോറിറ്റി മതം പറയുന്നത് പോലെ കേട്ട് മൈനോറിറ്റി മതം ജീവിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് എനിക്കും ഇല്ല, BJPക്കും ഇല്ല എന്ന് അദ്ദേഹത്തെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 1. 2, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഹിന്ദു കോഡ് ബില്ല് കാരണമാണ് അംബേദ്കർ രാജിവെച്ചതെന്ന്. സാറേ, അംബേദ്കർ രാജിവെച്ചിരിക്കുന്ന 27 സെപ്റ്റംബർ 1951 അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് റെസിഗ്നേഷൻ ലെറ്റർ അയച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം പാർലമെന്റിൽ ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ട്. ആ സ്പീച്ച് അങ്ങ് എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അങ്ങക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങ് എടുത്ത് വെച്ച് വായിക്കണം. അതിനകത്ത് ഹിന്ദു കോഡ് ബില്ലിനെ കുറിച്ചിട്ടുള്ള പരാമർശമൊന്നുമില്ല. പകരം തന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഏതൊക്കെ തലത്തിൽ ജവഹർലാൽ നെഹ്റു അവഗണിച്ചു, ഇന്റർനാഷണലി നെഹ്റുവിന്റെ പോളിസി എങ്ങനെ പരാജയമാകുന്നു, എന്തുകൊണ്ട് മുസ്ലിം വിഭാഗത്തിന് വേണ്ടി മാത്രം നെഹ്റു സംസാരിക്കുന്നു എന്ന് പറയുന്ന 3 പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ സ്പീച്ച് പാർലമെന്റിൽ നടത്തിയിരിക്കുന്നത്. അങ്ങ് വെറുതെ ഇരുന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തലത്തിലുള്ള പ്രസ്താവനകൾ നടത്തരുതെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. 1. 2, ഹിന്ദു കോഡ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയാണ്, ഹിന്ദു സമൂഹത്തിനകത്ത് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇത് ഉട്ടോപ്പിയൊന്നും അല്ലല്ലോ സാറേ. നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും, ഒടുവിൽ അഭിപ്രായ സമന്വയം ഉണ്ടാവും. ഇപ്പോ ഈ പറയുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു ഹിന്ദു കോഡ് ബില്ലില്? അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു ഹിന്ദു കോഡ് ബില്ലില്? സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, പല ജാതികൾ തിരിഞ്ഞു നിൽക്കുന്നതാണ്. ഓരോ ജാതികൾക്കും അതാത് ജാതികളുടേതായിട്ടുള്ള സക്സഷനും മാരേജും ഒക്കെ പല കാര്യത്തിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് എതിർപ്പുകൾ ഉണ്ടാകുന്നേ. ഇപ്പൊ ഇത്രയും വലിയൊരു രാജ്യമല്ലേ, ആ രാജ്യത്ത് ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് ഇത്രയും കാസ്റ്റായിട്ട് പല സംസ്ഥാനങ്ങളിൽ, ഇവിടെ കേരളത്തിലുള്ള കാസ്റ്റ് തമിഴ്നാട്ടിലുള്ള കർണാടകയിലില്ല, അത് ആന്ധ്രയിലില്ല, മഹാരാഷ്ട്രയിലില്ല, യുപിയിൽ, ഇത് പലതായിട്ട് തിരിഞ്ഞു നിൽക്കുന്നു. പല തരത്തിലുള്ള സക്സഷനും പല തരത്തിലുള്ള മാരേജസും ഡിവോഴ്സും എല്ലാം നിലനിന്നിരുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നായർ കമ്മ്യൂണിറ്റിയുടെ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വീട്ടിലെ കിണ്ടി എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിവോഴ്സ് ഒഴിമുറി നടന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് തിരുക്കൊച്ചി മേഖല എന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് എതിരഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഇതിനെ എല്ലാത്തിനെയും പരിഹരിക്കുവാനും കാലാന്തരത്തിൽ മുമ്പോട്ട് പോകുവാനും വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത് ഒരു കമ്മ്യൂണിറ്റിക്ക് സാധിക്കും. ഇത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ സംഭവിച്ചിട്ടില്ലേ? ചർച്ചയിൽ നമുക്ക് വിശദമായി ഗോകുൽ അത് സംസാരിക്കാം. സമയത്ത് ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അത് ക്ലിയർ ആയില്ലേ? വേഗം പറഞ്ഞോളൂ. ഡോക്ടർ അംബേദ്കറുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിലെ ആ സെന്റൻസ്, that being the last session of present parliament, cabinet had to consider whether Hindu code bill should be got through before this parliament ended or whether it should be left over to the new parliament. I am unable to understand how the Banaras and Aligarh University bills, how the press bill would have been given precedence over the Hindu code even in its attenuated form. Hindu code, I got the impression that the Prime Minister, although sincere, had not the earnest and determination required to get the Hindu code bill through. ഇദ്ദേഹം ഹിന്ദു കോഡ് ബില്ലിനെ പറ്റി എടുത്തെടുത്ത് 5-6 പ്രാവശ്യം പറയുന്ന ആ സ്പീച്ച് വെബ്സൈറ്റിൽ അദ്ദേഹം ഹിന്ദു കോഡ് ബില്ല് കാരണമാണ് താൻ റിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ സ്പീച്ചിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് 3 കാരണങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് അത് മുഴുവൻ എടുത്തു വെച്ച് വായിക്കും. അങ്ങയുടെ കണ്ണി ഹിന്ദു കോഡ് ബില്ല് എന്ന് പറയുന്ന വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല. ഹിന്ദു കോഡ് ബില്ല് കാരണമാണ് താൻ റിസൈൻ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എതിരഭിപ്രായം ഉണ്ടായിരിക്കും, അദ്ദേഹം അത് ആ സ്പീച്ചിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയം പൂർണ്ണമായ അവസാനിച്ചു.
ചെയ്തിരിക്കുന്നത് അതിനേക്കാളും വളരെ ഗ്രാവിറ്റിയുള്ള വിഷയങ്ങൾ അദ്ദേഹം എടുത്ത് ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ കാണുക. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.